എടുത്തുട്ടാ. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? എനിക്കും സുഖമാണ്. അപ്പോൾ ഇന്ന് ഒരു എന്താ പറയുക, സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വ്ളോഗ്. ഞങ്ങളുടെ കുറേ നാളത്തെ ഒരു സ്വപ്നമായിരുന്നു പുതിയൊരു വണ്ടി എടുക്കണം എന്നുള്ളത്. അപ്പോൾ അത് ഞങ്ങൾ ഇന്നലെ പോയി എടുത്തു. എന്താ പറയുക, ഒരു ഒരു പ്രൗഡ് മൊമെൻറ്റ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഫീലാണ് ഞങ്ങൾക്ക് ഉള്ളത്. ആക്ച്വലി ഞങ്ങൾ കുറേ നാളായി പുതിയ വണ്ടി എടുക്കണം എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയം ഇന്നലെയാണ് ഒത്തു വന്നത്. ഞങ്ങൾ കുറേ നാൾ കൊണ്ട് വണ്ടി നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മനസ്സിനൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു, ഈ വണ്ടി എടുക്കാം, ആ വണ്ടി എടുക്കാം എന്നുള്ളത്. പക്ഷേ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി കൂടി നമ്മൾ നോക്കണമല്ലോ. അപ്പോൾ എല്ലാം കൂടി ഒത്തു വന്നത് നമുക്ക് ഈ ഒരു വണ്ടിയിലായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ വണ്ടി ഞങ്ങൾ പോയി ജാക്കാണ് വണ്ടി എടുത്തത്, S4. അപ്പോൾ ഇന്നലെ പോയി നമ്മൾ എടുത്തു. അപ്പോൾ അതിൻ്റെ ടോക്കൺ മണി ഞങ്ങൾ നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ജോക്കുടൻ്റെ ആനുവൽ ഡേയുടെ അന്ന് ഞങ്ങൾ വണ്ടി പോയി കണ്ടു, അതിൻ്റെ ടോക്കൺ മണി കൊടുത്തു. അപ്പോൾ 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് വണ്ടി കിട്ടണത്. അപ്പോൾ ആ ടോക്കൺ മണി കൊടുത്ത വീഡിയോ, അതിൻ്റെ ബിറ്റ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് വായോ, ബാക്കി വീഡിയോ ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാം. അങ്ങനെ ടോക്കൺ മണി എല്ലാം കൊടുത്ത് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു. പിന്നെ വെയിറ്റിംഗ് ആയിരുന്നു, വണ്ടി എപ്പോഴാ കിട്ടുക എന്നുള്ളത്. അങ്ങനെ ഇന്നലെ വണ്ടി കിട്ടും എന്ന് അറിഞ്ഞപ്പോൾ ഉള്ളൊരു സന്തോഷം ശരിക്കും എന്താ പറയുക, ഒരു കാത്തു നിന്നിട്ട് അവസാനം കയ്യിൽ കിട്ടുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവില്ലേ, അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ജോക്കൂട്ടനായാലും സന്തോഷം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ പഴയ വണ്ടി കൊടുക്കണേൽ അവന് ചെറിയൊരു വിഷമം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവന് മാത്രമൊന്നുമല്ല, എനിക്കും ചേട്ടനും എല്ലാവർക്കും ആ വിഷമമുണ്ട്. കാരണം ഇത്രയും നാൾ നമ്മുടെ കൂടെ ആ വണ്ടി ഉണ്ടായതാണ്. അപ്പോൾ കൊടുക്കുമ്പോൾ ചെറിയൊരു വിഷമം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഞങ്ങൾ വണ്ടി എടുക്കാൻ പോവാണ്. അതും കൂടി കണ്ടിട്ട് വായോട്ടാ. വണ്ടി എടുക്കാൻ പോവാം കുഞ്ഞുസേ. പുറത്ത് പോവാം, ഇപ്പോഴല്ല അപ്പൊ വന്നിട്ട്. നമ്മൾ വണ്ടി എടുക്കാൻ പോകുന്നു വൈകുന്നേരം. Feel Mr. Braden sad? Why? Because we are getting rid of the old car. അത് നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടല്ലോ വണ്ടി, കൊടുക്കാണെങ്കിലും. അപ്പയുടെ ഫ്രണ്ടിന്റെ കയ്യിൽ തന്നെയല്ലേ ആ വണ്ടി ഉള്ളേ? അതായാലും നമുക്ക് അതായാലും നമുക്ക് കാണാലോ. അങ്ങനെ ഞങ്ങള് ഷോറൂമിലേക്ക് പോവാൻ നിക്കാട്ടാ. ചേട്ടൻ നേരത്തെ റെഡിയായി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ റെഡിയായി നിന്നു. അങ്ങനെ ഷോറൂമിലേക്ക് പോണതിന് മുന്നേ നമുക്ക് കുറച്ച് സ്വീറ്റ്സ് മേടിക്കാനുണ്ടായിരുന്നു. കാരണം അവിടുത്തെ സ്റ്റാഫിന് കുറച്ച് സ്വീറ്റ്സ് ഒക്കെ കൊടുക്കണമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞങ്ങള് മസ്യാദ് മോളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങളുടെ പ്ലാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അതായത് നമ്മുടെ പഴയ വണ്ടി അവിടെ പാർക്ക് ചെയ്തതിന് ശേഷം ടാക്സി പിടിച്ച് പോവുക എന്നുള്ളതായിരുന്നു. അങ്ങനെ ഞങ്ങള് മസ്യാദ് മോളിൽ എത്തി, കുറച്ച് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ മേടിച്ച് ടാക്സി കയറി. അതായത് ടാക്സിയൊക്കെ അവിടെ തിരുതരാന്ന് ലൈനിൽ നിൽക്കുന്നുണ്ടായിരിക്കും. നമ്മൾ ബുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഓൾറെഡി കുറേ ലൈനിൽ ഇങ്ങനെ നിൽക്കായിരിക്കും ടാക്സിയൊക്കെ. അങ്ങനെ ഞങ്ങൾ ടാക്സിയിൽ കയറി. എന്നിട്ട് നമ്മൾ നേരെ ചെന്നത് നമ്മുടെ ഷോറൂമിലേക്ക് ആട്ടാ. ഇതാണ് എൻ്റെ ഷോറൂം. ഞങ്ങൾ എടുത്തത് അൽ ഹബ്റ്റൂർ മോട്ടോഴ്സ്. ഇവിടെ നിന്നാണ് നമ്മൾ വണ്ടി എടുത്തത്. അടുത്ത് തന്നെ ടൊയോട്ടയുടെ ഷോറൂമും ഉണ്ട്. അതായത് ജാക്കിന്റെ ഷോറൂമിന്റെ താഴെ തന്നെ മിറ്റ്സുബിഷിയുടെ ഉണ്ട്.
അങ്ങനെ നമ്മൾ അടുത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ അവിടെ അടുത്ത് ചെന്നുകൊണ്ടിരിക്കുമ്പോൾ ജോക്കൂട്ടൻ നേരത്തെ മുകളിൽ നോക്കിയിട്ട് പറയുണ്ടായിരുന്നു, അമ്മ നമ്മുടെ വണ്ടിയിൽ അവര് ക്ലോത്ത് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ ചെയ്ത് റിബണൊക്കെ കെട്ടി വെച്ചിട്ടുണ്ടെന്ന് പറയുണ്ടായിരുന്നു. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഉണ്ടല്ലോ റെഡ് കളറിൽ. ഞാനും വിചാരിച്ചു നമ്മുടെ തന്നെ ആയിരിക്കോ എന്ന് ഒരു ഡൗട്ടോടെ ഞാനിങ്ങനെ ചോദിക്കുകയാണ്. അങ്ങനെ ലിഫ്റ്റൊക്കെ കയറി എന്താ പറയാ, മനസ്സിന് ഒരു ഭയങ്കര സന്തോഷം, ഒരു ഫീലായിരുന്നു. അങ്ങനെ ഞങ്ങൾ എന്താ പറയുക, പുതിയൊരു വണ്ടി എടുക്കണതിൻ്റെ ഒരു സന്തോഷം കാര്യങ്ങളൊക്കെ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ കുറച്ച് ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ സൈൻ ചെയ്യാനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചേട്ടൻ കുറച്ച് ഡോക്യുമെൻറ്റ്സ്, അതായത് കുറച്ച് പേപ്പർ വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷം ഞങ്ങളെ, അതായത് നമ്മുടെ വണ്ടിയുടെ അടുത്തേക്ക് കൊണ്ടുപോവാണ് കേട്ടോ. കൊച്ചിനെടുക്കണം. ചേട്ടാ, ഹൗ ഡു യു ഫീൽ? ജോക്കുട്ട എന്തു പറയുന്നു? സങ്കടമാണോ കുട്ടിക്ക്? സങ്കടപ്പെടല്ലേ? എന്നാ ക്യാൻസൽ ചെയ്തിട്ട് വണ്ടി. അങ്ങനെ വണ്ടിയുടെ ബുക്കും പേപ്പറും പിന്നെന്താ കീ ചെയിനും എല്ലാം കൈമാറാണ്. പിന്നെ നമ്പർ പ്ലേറ്റും ഉണ്ട്. പിന്നെ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് എനിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ വീഡിയോ എടുത്തതിന് ശേഷം ഞാൻ വീഡിയോയിൽ ഉൾപ്പെടില്ലല്ലോ എന്ന് ഓർത്തിട്ട്. പക്ഷെ അവിടുത്തെ ആ ചേട്ടൻ തന്നെ വീഡിയോ എടുത്തു തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഹാപ്പിയായി. Living life, every day, late at night, not okay. All I want, and I pray, all I need are some better days. Congratulations. അങ്ങനെ വണ്ടിയുടെ ബുക്കും പേപ്പറും എല്ലാനും കയ്യിലൊക്കെ കിട്ടിയതിന് ശേഷം വണ്ടി അവർ താഴെ കൊണ്ടുതരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി വണ്ടി എത്തി. ഞങ്ങൾ നേരെ പോയത് പള്ളിയിലേക്ക് ആട്ടാം. പള്ളിയിൽ പ്രാർത്ഥിക്കണമായിരുന്നു.
വെഞ്ചിരിപ്പിക്കണമായിരുന്നു. നമുക്ക് അറിയില്ലായിരുന്നു ഈ സമയത്ത് വെഞ്ചിരിക്കോ ഇല്ലയോ എന്നൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ എന്നാലും നമ്മൾ ചോദിച്ചതിന് ശേഷം അവർ പറഞ്ഞു വെഞ്ചിരിക്കാന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ വെഞ്ചിരിച്ചു. അതും ഒരു സന്തോഷം ഉള്ളൊരു നിമിഷമായിരുന്നു. കാരണം വണ്ടി കിട്ടി, അപ്പോൾ തന്നെ വെഞ്ചിരിക്കാന്ന് പറഞ്ഞാൽ പിന്നെ അല്ലെങ്കിൽ ഒരു കുറ്റബോധമാണ്, അയ്യോ വെഞ്ചിരിച്ചില്ലല്ലോ എന്നുള്ള ഒരു ഇതാണ്. അങ്ങനെ വെഞ്ചരിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് ചെറിയൊരു ട്രീറ്റ് നമുക്ക് തന്നെ നമ്മളെടുത്തു. അതായത് ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ കയറിയായിരുന്നു. ഞങ്ങൾ നാട്ടിൽ നിന്ന് തന്നെ മാതാവിന്റെ രൂപം, കുരിശും ഒക്കെ കൊന്തയും ഞങ്ങൾ നാട്ടിൽ നിന്ന് തന്നെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നല്ലോ, എന്തായാലും വണ്ടി എടുക്കും എന്നുള്ള രീതിയിലായിരുന്നു. അങ്ങനെ ചേട്ടൻ ഓഫീസിൽ പോണതിന് മുന്നേ വണ്ടിയിൽ മാതാവിന്റെ രൂപം കൊന്തയൊക്കെ ഇട്ട് എല്ലാം സെറ്റ് ചെയ്തു, വണ്ടി ഭംഗിയാക്കി. അങ്ങനെ അതെത്രയൊക്കെ ആയിരിക്കും വണ്ടി? അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് തരിക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ആൻഡ് ബൈ ബൈ.